സുഗമദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ടും അതുപോലെ തന്നെ ഡ്രൈവറായിട്ടും നന്ദനെയാണ് സിദ്ധാർത്ഥൻ തിരഞ്ഞെടുക്കുന്നത്. അതിൽ പ്രഭാവതിക്ക് വലിയ എതിർപ്പൊന്നും ഇല്ലെങ്കിലും രജനിയാണെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അവളാണെങ്കിൽ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ദേവിക പറയുകയാണ്, അതൊരിക്കലും ശരിയാകില്ല നന്ദു, തീ എതിരെ ഡ്രൈവറായിട്ട് വന്നാൽ അത് ഒരുപാട് ടോക്കിങ്ങിന് ഇടയാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ മുരളിയെ വിളിച്ചു വരുത്തിയിട്ട് ദേവികയ്ക്ക് ഒരു ഡ്രൈവറെ ആവശ്യമുണ്ടെന്നും താനിപ്പോൾ ജോലിയില്ലാതെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ചന്ദ്രവത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് വിശ്വസ്തനായിട്ടുള്ള ഡ്രൈവറായിട്ട് നിന്നെ തിരഞ്ഞെടുക്കുമെന്നൊക്കെ പറയണം. ഇതൊക്കെ തന്നെ ആ ത്യാഗരാജനാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അത് വലിയ ഭീഷണിയാണെന്ന് അയാൾക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ജോലി അന്വേഷിച്ച് ചന്ദ്രവത്ത് വീട്ടിലേക്ക് മുരളി എത്തുന്നുണ്ട്. പ്രഭാവതിയോട് കാര്യങ്ങൾ പറയുന്നു. തൻ്റെ മകൻ ഡ്രൈവറായിട്ട് ദേവിക്കൊപ്പം പോകുന്നതിൽ പ്രഭയ്ക്കാണെങ്കിൽ ചെറിയൊരു വിഷമമുണ്ട് താനും. എന്തായാലും പ്രഭയാണെങ്കിൽ സിദ്ധാർത്ഥനോടും നന്ദനോടും ദേവികയോടും ആ കാര്യം അവതരിപ്പിക്കുന്നു. നമുക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട്, എന്തുകൊണ്ട് വിശ്വസിക്കാം, നമ്മളങ്ങനെ ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ അവരുടെ കുടുംബവും രക്ഷപ്പെടും. ഈ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ആരാണ് അയാൾ? ഇതുപോലെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ മറ്റേ ഡ്രൈവറെയും ജോലിക്ക് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇനി സൂക്ഷിച്ച് വേണമെന്നൊക്കെ പറയുമ്പോൾ സന്ദീപിനെ പോലെയല്ല, ഇത് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ആൾ തന്നെയാണ്, എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് സന്തോഷമാവും ആളെ കണ്ടാൽ എന്നൊക്കെ പറയുന്നു. അങ്ങനെ മുരളിയാണെങ്കിൽ ഈ സമയം അവിടേക്ക് വരികയാണ്. എന്തായാലും ദേവികയ്ക്കും നന്ദനും സിദ്ധാർത്ഥനും കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. പുതിയ ഡ്രൈവറായിട്ട് നമുക്ക് മുരളിയെ തിരഞ്ഞെടുക്കാമെന്ന് പ്രഭാവതിയാണെങ്കിൽ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നന്ദനും ദേവിക്കും സിദ്ധാർത്ഥനും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. കാരണം മുരളിയുടെ ഒരു സെക്യൂരിറ്റിയിൽ നമ്മുടെ ദേവിക സുരക്ഷിതയായിരിക്കുമെന്ന് നന്ദന് പൂർണ്ണ ബോധ്യമുണ്ട്. നന്ദന് മാത്രമല്ല എല്ലാവർക്കും. എന്തായാലും മുരളിയെ പുതിയ ഡ്രൈവറായിട്ട് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ ഈ ഒരു വാർത്ത നമ്മുടെ രജനി അറിയുകയാണ്. രജനിയാണെങ്കിൽ ആകെ കലി തുള്ളിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. അവളാണെങ്കിൽ ആ ഇലക്ഷൻ്റെ സമയത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ഗിരിയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾക്ക് പറഞ്ഞു നടക്കാമല്ലോ, ജോലിയും കൂലിയും ഇല്ലാതെ വന്ന ഭാർഗവി ആൻറ്റിയുടെ മകന് MLA ജോലി കൊടുത്തു എന്നും ഇനി ദേവികയുടെ കീഴിലാണ് അവരുടെ കുടുംബം ഇനി ജീവിക്കാൻ പോകുന്നതെന്നൊക്കെ. എന്തായാലും അതൊരു പകവീട്ടലിൻ്റെ ഭാഗം കൂടിയാവും. കാരണം അമ്മയുടെ ഒപ്പം ഭാർഗവി ആൻറ്റി എല്ലാത്തിനും കൂടെ നിന്നതാണ്, ഇവളെ തള്ളി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മധുര പ്രതികാരമായിട്ട് ദേവിക ഇത് കണക്കാക്കുന്നുണ്ടാവും. അവളുടെ കൂടെ നിന്ന് അവൾ കൊടുക്കുന്ന ശമ്പളവും വാങ്ങി ജീവിച്ചു പോകുന്ന കുടുംബമാണെന്ന് അവൾക്കിനി കരുതാലോ. അങ്ങനെ ഗിരി പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല രജനി, നീ എന്താ എപ്പോൾ നോക്കിയാലും അവളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദേവിക നിൻ്റെ അനിയത്തിയാണ്. ഇലക്ഷൻ കഴിഞ്ഞു. നന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഇനി നമ്മൾ മാറി ചിന്തിക്കേണ്ടതുണ്ട്. അവൾ ഒരു കരുണ കാണിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടു വന്ന മുരളിക്ക് ജോലി കൊടുക്കുന്നു. മാത്രമല്ല ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾ കൂടിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും അവൾക്ക് സപ്പോർട്ടാണല്ലോ. എന്തായാലും രജനിയുടെ ആ ഈഗോയാണെങ്കിൽ അവസാനിക്കുന്നില്ല. പിന്നീട് ത്യാഗരാജനാണെങ്കിൽ ഋഷിയെ കാണാനായിട്ട് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ മുരളിയെയാണ് എൻ്റെ ചേച്ചി ഡ്രൈവറായിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് പ്രഭാവതിയോട്. എന്തായാലും ആ മുരളി വന്നിട്ടുണ്ടെങ്കിൽ അവൻ കുറച്ച് കൈക്കരുത്തുള്ളവനാണ്, കുറച്ച് ഗുണ്ടായിസും വശമുണ്ട്. അവൻ്റെ അടുത്ത് നമ്മുടെ ഒരടവും നടക്കില്ല. അവനെ കൺവിൻസ് ചെയ്യാനും പറ്റില്ല. അവൻ പൂർണ്ണമായിട്ടും അവരുടെ ആളാണ്, നന്ദൻ്റെ ഉറ്റ ചങ്ങാതി. ഇനി നമ്മൾ എന്ത് ചെയ്യും? അവൾക്ക് ഒരു പേഴ്സണൽ സെക്യൂരിറ്റിയും കൂടിയായിട്ടാണ് അവനെ അവിടെ നിയമിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട്, അങ്ങനെ കാറ് തന്നെ വേണമെന്നൊന്നുമില്ല അവളെ ഇല്ലാതാക്കാനായിട്ട്. എന്തായാലും ആ ചന്ദ്രവത്തിലെ തള്ളയെയും ആ ദേവികയെയും ഞാൻ ഇല്ലാതാക്കിയിരിക്കും. എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനമാവുള്ളൂ. അവരുടെ അവസാനം എനിക്ക് കാണണം. അതുകൊണ്ട് എത്താൻ നോക്കിക്കോ. അവളെ ഞാൻ പെട്ടെന്ന് ഇല്ലാതാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വയ്ക്കും. എൻ്റെ അമ്മയ്ക്ക് പോലും സംശയമില്ലാത്ത വിധത്തിലായിരിക്കും കാര്യങ്ങൾ നീക്കം ചെയ്യുക. ആ രണ്ടുപേരെയും ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഋഷിയാണെങ്കിൽ വളരെ പകയോട് കൂടിയിട്ട് ത്യാഗരാജനോട് പറയുന്നു. പിന്നീട് മുരളിയെ അന്വേഷിച്ചുകൊണ്ട് ആ ഒരു ഏജൻസി വിളിക്കുന്നുണ്ട്. മുരളിയെ ചതിച്ച ഏജൻസി. നമ്മുടെ ഗൗരിയാണ് ഫോൺ എടുക്കുന്നത്. ഗൗരിയാണെങ്കിൽ കണ്ട പോലെ തന്നെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ കാരണം എൻ്റെ ഭർത്താവിൻ്റെ അഭിമാനമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ജോലിയും വേണ്ട, ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരിയാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. ഭാർഗവിയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. എന്താ മോളെ, എന്താ കാര്യം? മുരളിയേട്ടനെ തിരിച്ചു വിളിച്ചിരിക്കുക അവിടേക്ക് തന്നെ പോകാനായിട്ട്. ഇനി എന്തായാലും മുരളിയേട്ടൻ എങ്ങോട്ടും പോകണ്ട, ഇവിടെ ഓട്ടോ ഓടിച്ചിട്ടാണെങ്കിലും ഇവിടെ തന്നെ വേണമെന്നിങ്ങനെ ഗൗരിയാണെങ്കിൽ പറയുന്നു. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ കിടിലൻ എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ.